ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് വീട്ടിട്ട് പോകുന്നു, നാട്ടിട്ട് പോകുന്നു ഗൈസ്. ബാംഗ്ലൂർ കൊച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, അതുകൊണ്ട് എൻ്റെ ഷൂബിടിയുണ്ട്. ടോട്ടോ ബോട്ടിലാണ്, കുറച്ച് കഴിയുമ്പോൾ ടോട്ടോയാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ടയറിൽ എന്തൊക്കെയോ എയർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കാപ്പി കുടിക്കാൻ വരും. ഇവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കഫേ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഉള്ളിൽ അത് എന്തായിരുന്നു കാപ്പി കുടിക്കാൻ പോയി. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പം മീൻസ് കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാണ്. ഞാനെങ്ങാനും ഉറങ്ങിപ്പോണ സമയത്ത് അത് ഉറങ്ങിപ്പോയില്ല, ഞാൻ ആരാണോ വണ്ടി ഓടിക്കണം അവർ ഉറങ്ങിപ്പോകുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങൂല. ഈ കൊച്ചിന് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ പേരയ്ക്കൊന്നും കൊടുത്തില്ല പാവന്ന്. അതിന് കൊടുത്തിട്ട് പുല്ല് വില പോലും എനിക്ക് തന്നില്ല. പുല്ലെങ്കിലും ഒന്ന് കടിച്ചിട്ട് വിടും. അത് പേരയ്ക്ക പോലെയുള്ള ഹെൽത്തി സ്നാക്സ് ഒന്നും എൻ്റെ പട്ടിക്ക് ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് തിന്നും. പല കമ്പിട്ടവർക്ക് പേരയ്ക്ക തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കോപ്പൊന്ന് വാർത്തിട്ട് വേണം എന്തായാലൊക്കെ ചവച്ചരച്ച് തിന്നാൻ. എനിക്ക് കൊതിയായിട്ട് മേലെ ചിക്കൻ്റെ കാലൊക്കെ എല്ലൊക്കെ കടിച്ചു പറിച്ചിട്ട് എത്ര നാളായെന്നറിയാം. ഇതൊന്നും തന്നെ ചെയ്യാണ്ട് എൻ്റെ പല്ലിലെ കമ്പി ആഴ്ചയിൽ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ റിങ് മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മളങ്ങനെ ട്രാവൽ ലോഞ്ചിലെത്തി. ഞാനത് കാണിക്കണം എന്ന് വെച്ചാൽ, പക്ഷേ എൻ്റെ തങ്കക്കുടങ്ങളെ ഊട്ടാനും മൂത്രമൊഴിപ്പിക്കാനും ഒക്കെ പോയി ഞാൻ മറന്നുപോയി. ഞാൻ കയറി എല്ലാം കഴിഞ്ഞ് കയറിയപ്പോഴും ഓർമ്മ. നമ്മുടെ പാലക്കാടുള്ള ട്രാവൽ ലോഞ്ചില്ലേ, നമ്മുടെ ഇതിൻ്റെ പേരെന്താണെന്ന്, ട്രാവൽ ലോഞ്ച് എന്നാണ്. ട്രാവൽ ലോഞ്ച് cheap cost, anyone can use. Bathing ഉണ്ട്, റെസ്റ്റ് റൂം ഉണ്ട്, പിന്നെ സ്ലീപ്പിംഗ് പോട്ട്സ് ഉണ്ട്. വളരെ ചീപ്പ് കോസ്റ്റ് ആണ്, പക്ഷെ നല്ല ഹൈജീൻ ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വെരി ബെറ്റർ ഫെസിലിറ്റി. കേരളത്തിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വൃത്തിയാണ്, പക്ഷെ ചിലയിടത്തൊന്നും വൃത്തിയില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് ഈ സാധനം. നമുക്ക് കുളിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോകണം. പൈസ കളയണം. I think 30 rupees something. അത്രേ ഉള്ളൂ. അപ്പം അതാ ലാഭം. ബ്രഷ്, പേസ്റ്റ്, ഇതൊന്നും എനിക്കറിയത്തില്ല. പാലക്കാടിലെ ചൂട് കാറ്റ്, എൻ്റെ പൊന്നേ ഭയങ്കര ചൂടാ. മൊത്തം ചൂടാണ് ഇവിടെ. എന്ത് ബാംഗ്ലൂരിൽ നല്ല ചൂടാ, നല്ല ചൂടാ. ചൂടുണ്ടെങ്കിൽ അവിടുത്തെ പക്ഷെ കാറ്റ് ഭയങ്കര തണുത്ത കാറ്റ്. എനിക്ക് മൂക്കിനൊക്കെ വേനിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്ന് മറ്റേ ചെന്നൈനെക്കാട്ടിലും ചൂട് കൂടുതൽ ബാംഗ്ലൂരാണ്. ഒന്നും എനിക്കറിയത്തില്ല. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വീട്ടിട്ട് നേരെ ഞങ്ങൾ പോകും. ഒരു നാളെ എൻ്റെ വീട്ടിൽ പോകും. നമ്മളങ്ങനെ ഇന്നലെ വീട്ടിലെത്തി. പക്ഷെ നല്ല ക്ഷീണമായിരുന്നു, ഉറങ്ങി. അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ എണീക്കാനൊന്നും സമയം കിട്ടി. എണീറ്റ് ഫുഡ് കഴിച്ച് പിന്നെയും കിടന്നുറങ്ങി. പിന്നെ
ഇപ്പോഴാണൊന്ന് മര്യാദയ്ക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇപ്പം നേരെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോവാണ്. എന്നാലും ഇവിടെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടുതലാന്ന് തോന്നുന്നു. ഭയങ്കര ചൂടാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ദിവസത്തിനുള്ളിൽ ടാൻ അടിച്ചു. അതുമൂന്നും നല്ല ടാൻ അടിച്ചു. നല്ല ടാൻ അടിച്ചു. കുഴപ്പമില്ല. ഇപ്രാവശ്യം ഞാൻ എന്തായാലും നല്ല രീതിയിൽ ടാൻ അടിക്കാനായിട്ട് തന്നെ വന്നെ. കാരണം എനിക്ക് വൈകിട്ട് ഒട്ടുമില്ല. അപ്പം നമ്മൾ ഇന്നലെ ഞാൻ വീട്ടിൽ വന്ന് ഇപ്പം ചുറ്റന്മാരുടെയൊക്കെ എടുത്ത് ഒന്ന് കാണാനായിട്ട് ഞാനും മിനും കൂടെ പോവാണ് ഗൈസ്. നമ്മൾ ലുലുമാൾ വരെ ഒന്ന് പോകണം ഗൈസ്. വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ പോണതാണ്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കുഞ്ഞു കാണിക്കാൻ പറ്റും, കാണിക്കാട്ടോ. ഞാനുണ്ട്, മീനക്കൊട്ടനുണ്ട്, ഞങ്ങളുടെ ഉമ്മിയിലാണ് ഞങ്ങൾ പോകുന്നത്. അച്ഛനുണ്ട്, പക്ഷെ അച്ഛൻ ആ പറമ്പിൽ നിൽപ്പുണ്ട്. അച്ഛനുണ്ട്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ഇപ്പം ഞങ്ങൾ ഓൾറെഡി ലേറ്റായി. അറിയില്ല, ഞാനാ ലേറ്റ് ആക്കിയത്. റെഡി ആയി വന്നപ്പോൾ സമയമായിരിക്കും. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ, പറ്റുമെങ്കിൽ. അങ്ങനെ ലുലുന്നൊക്കെ വെച്ചാലും ഞങ്ങൾ വലിയ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് ആദ്യമനെ കണ്ട് ആദ്യമൻ ഞങ്ങളെ തൃപ്പൂണിത്തുറ വരെ ഡ്രോപ്പ് ചെയ്ത് തരും. ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ ഉമ്മനെ അടുത്ത് ഞങ്ങൾ പോയി. നമ്മളിപ്പം എനിക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പോവാണെങ്കിൽ എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് പോകണം. ഇനിയിപ്പം ഒരു അച്ഛൻ എന്നെ കൊണ്ടാക്കും. ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് സുന്ദരി കേട്ടത് പോ അച്ഛാ. പിള്ളേര് രണ്ടുപേരെയും എടുത്ത് നമ്മൾ കുളിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ കനാലിൽ വെള്ളം വന്ന വെള്ളം ഞാൻ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ടോട്ടോനെ സ്കൂബിനെയൊക്കെ കുളിപ്പിച്ചിരുന്നു. ടോട്ടോനെ സ്കൂബിനെ അവിടെ കനാലിൽ ഇറക്കിയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പേടി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവരതിലിറക്കിയില്ല. എന്നിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ബാത്റൂമിൽ കുളിച്ചു. എന്നിട്ട് ഞാൻ മൊത്തം നനഞ്ഞു. പിന്നെ ഞാൻ കുളിച്ചിറങ്ങി. ഇപ്പം എന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ പോവാണ്. ഇന്ന് ചായക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഞാൻ കാണിച്ചു തരാവേ. ആണ് കുമ്പിൾ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക പറഞ്ഞ് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. കണ്ട ഇങ്ങനെ ഇരിക്കും. ശരി,
ഇങ്ങനെ ഇരിക്കും. ഹിഹി.